Good morning, all. Fine. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. കുറച്ച് ഭാഗം നമ്മൾ റിവൈസ് ചെയ്തു. ബാക്കി റിവൈസ് ചെയ്ത് വന്നോ? നോക്കാം. കുറച്ചു നേരം റിവിഷൻ നടത്തിയതിനു ശേഷം ബാക്കി ക്വസ്റ്റ്യൻസ് എടുത്താൽ പോരെ? റിയലി ഒരുപാട് നമ്മൾ നോക്കിയതാണ്. അതായത് മാനേജിങ് എംപ്ലോയ് ബെനിഫിറ്റ്സ് സർവീസ് വരെ നമ്മൾ നോക്കി അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ബാലൻസ് ഭാഗം ഇത് റിവൈസ് ചെയ്യാം. അതിലെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടു അല്ലെ, മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞിട്ട് തൊഴിലുടമ ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. ആദ്യം തന്നെ അപ്പോ അതിനനുസരിച്ചിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ അവരെടുക്കണം. അതായത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലേ, ആർക്കൊക്കെയാണ് ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യും. അപ്പൊ അതില് പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അല്ലെ, പലതരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ് അവിടെയുള്ള എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ആർക്കൊക്കെ കൊടുക്കണം, അതുകൊണ്ട് എന്തെങ്കിലും കമ്പനിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസേഷൻ നടത്തിയതിനു ശേഷമാണ് കമ്പനി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. പ്രധാനമായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു ഓർഗനൈസേഷന്റെ ഇത്തരത്തിലുള്ള എംപ്ലോയ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? അവിടെയുള്ള എംപ്ലോയീസിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അതിന്റെ പങ്ക് വഹിക്കുന്നത്? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ? അതേമാതിരി തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും മിക്കപ്പോഴും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും? ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. നമുക്ക് മെസ്സേജ് അയച്ച് ആൻസർ പറയാൻ ശ്രമിക്കാം. നമുക്ക് വീണ്ടും എന്താണ് മറ്റ് അടുത്തൊരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആർക്കൊക്കെയാണ് കമ്പനി അല്ലെ ഇത്തരത്തിലുള്ള എംപ്ലോയി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. ഇൻ കേസ് ചിലപ്പോഴെങ്കിൽ കമ്പനിയിലെ അംഗങ്ങൾക്കും അവരുടെ ആശ്രിതർക്കും ചിലപ്പോൾ പാർട്ട് ടൈമിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ കേസ് റിട്ടയർമെന്റിന് ശേഷമുള്ളവർക്ക് അല്ലെ, ഏത് വ്യക്തികൾക്കാണോ അത് പലതരത്തിലുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അതിന്റെ ആ ഒരു ഏത് തരത്തിലുള്ള പേഴ്സൺസിന്റെ ആ ഒരു ഡീവിയേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, പക്ഷെ മനസ്സിലാക്കുക ഇന്നില്ല എംപ്ലോയീസിനൊക്കെ കമ്പനിക്ക് തീരുമാനിക്കാം മാർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത്. അത് ഏത് രീതിയിലുള്ള പ്ലാനുകളുണ്ടെങ്കിലും ഉൾപ്പെടുത്താവുന്നതാണ്. വീണ്ടും നമുക്കറിയാം പ്ലാനുകൾ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എംപ്ലോയീസിന് അല്ലെ അവിടെ റിട്ടയർമെന്റിന് ശേഷമുള്ളവരൊക്കെ ചിലപ്പോൾ
റിക്രൂട്ട്മെന്റ് ടൈമുകളിലൊക്കെ ചിലപ്പോൾ അവർ ഓഫറുകൾ കൊടുക്കും, അല്ലെ ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ ഓഫർ കൊടുക്കും. കാരണം നല്ല ആപ്ലിക്കേഷൻസ് അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഓഫറുകൾ കൊടുക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിന്നും ബെസ്റ്റ് ടാലന്റ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഒക്കെ പ്രൊബേഷണറി പീരീഡിലൊന്നും എന്താണ് ഇത്തരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കില്ല. കാരണം ആ ടൈമിൽ എംപ്ലോയി ബെനിഫിറ്റ്സ് റിസ്കുകൾ തീർച്ചയായിട്ടും എംപ്ലോയർ വഹിക്കേണ്ടതായിട്ട് വരുന്നില്ല. അവിടെ ആ സമയത്ത് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ തന്നെയായിരിക്കും വേണ്ടി വരുന്നത്. സോ ആ ടൈമില് റിസ്കുകൾ ആർക്ക് എന്താണ് എംപ്ലോയർക്ക് വഹിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം അത് വെച്ചേക്കാം. പ്രൊബേഷണറി പീരീഡിലാണ് അല്ലെ വെച്ച് ഡ്യൂറിംഗ് പ്രൊബേഷൻ മസ്റ്റ് ബി ബോൺ ബൈ ദ എംപ്ലോയി ഹിംസെൽഫ്. തൊഴിലാളികൾ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. അത് ഏത് പീരീഡ് ആണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് വെച്ചേക്കാം. പ്രൊബേഷണറി പീരീഡിലാണ് എംപ്ലോയീസ് സ്വന്തമായിട്ട് റിസ്കുകൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. വീണ്ടും നമുക്കറിയാം പലതരത്തില് അല്ലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ഏത് മോഡലിലാണ് ഞാൻ ചോദിച്ചു പോകുന്നതാണ്. എംപ്ലോയിയുടെ ചോയ്സ് നമുക്കറിയാം ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും എംപ്ലോയിനോട് തന്നെ അല്ലെ ചോദിച്ചറിയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതല്ലാതെ തൊഴിലുടമയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ തീരുമാനിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും അത് എംപ്ലോയർ പ്രതീക്ഷിക്കുന്ന ഗുണത്തിനേക്കാൾ അപ്പുറം ദോഷമായിരിക്കും സംഭവിക്കുക അല്ലെ. അപ്പൊ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് അവർക്ക് കുറച്ചും കൂടി താല്പര്യമുള്ളത്. അത് വേണമെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനെയർ അല്ലെ, സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡൊക്കെ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാം. സിമ്പിൾ കുറച്ച് സ്മോൾ അല്ലെ ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം പേഴ്സണൽ ഓരോ 1 by 1 ആയിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്തതിൽ തന്നെ അവർക്ക് നമുക്കറിയാം അവരുടെ ആഗ്രഹങ്ങൾ ഇൻഡസ്ട്രികൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊന്ന് ഓർത്തേക്കുക. ഇൻഡിവിജ്വലി ഓരോ സിമ്പിൾ അല്ലെ സ്മോൾ ഗ്രൂപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ്സ് ആയിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള ഈ ഒരു ഇൻട്രസ്റ്റ് അറിയാൻ പറ്റുന്ന ഏതൊക്കെ മെത്തേഡ് ഉണ്ടെന്നോ ചോദിക്കുകയാണെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനെയർ, സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡിലൂടെയൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കറിയാം കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും ഏതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എംപ്ലോയർ ഒരിക്കലും ഒരുപാട് എക്സ്പെൻസ് ഹാൻഡിൽ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടാവില്ല അല്ലെ. അവര് നിശ്ചിതമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എംപ്ലോയിൽ നിന്നും പ്രതീക്ഷിക്കും. കാരണം ഒരുപാട് റിസ്ക് എടുക്കാൻ ഏതൊരു എംപ്ലോയറും തയ്യാറാവില്ല അല്ലെ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഭാഗമെങ്കിലും എംപ്ലോയിൽ നിന്നും കൂടി നേടിയെടുക്കാനായിട്ട് അവർക്ക് ശ്രമം ഉണ്ടായിരിക്കും. സോ എപ്പോഴും എന്തെങ്കിലും എംപ്ലോയി ഇൻഡസ്ട്രികളൊക്കെ പരിപൂർവ്വം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എംപ്ലോയി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരുപാട് റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവില്ല. സോ നമുക്കും കൂടി പോസിബിൾ ആയല്ലേ നമുക്ക് ഇൻ കേസ് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് PF പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എംപ്ലോയി കൂടി ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. അല്ലെ ടെസ്റ്റ് പോലത്തെ തന്നെ ഉള്ള നമുക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണാറുള്ളത്. സോ അത് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് പോരായ്മകളും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എംപ്ലോയിയുടെ ആഗ്രഹങ്ങൾ എന്താണുള്ളത് അവരിൽ നിന്ന് തന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ നടത്തി ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ കാരണം നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ അറ്റാച്ച്മെന്റ് അവർ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അവരെടുക്കുന്ന ഡിസിഷനിൽ തീർച്ചയായിട്ടും അവരും കൂടി സംതൃപ്തരായിരിക്കും, എംപ്ലോയി കൂടി സംതൃപ്തരായിരിക്കും. അവര് എന്താണ് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പരമാവധി ഒരു സിൻസിയറിറ്റി അല്ലെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും അല്ലെ. The main attitude behind this was the employers so that any kind of a benefit which is
provided to the employees will be appreciated by. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് തമ്മിൽ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അതേം വേണം. ഇൻ കേസ് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഇൻട്രസ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഫേവറബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. സോ കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ചെറുതായിട്ട് ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഹെഡിങ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. അല്ലെ, എംപ്ലോയ് ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോഴുണ്ടാവുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് ഫിനാൻഷ്യലി സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു സംരക്ഷണം അല്ലെ, സുരക്ഷ ഉറപ്പാക്കുന്നു. പിന്നെ റിഡക്ഷൻ ഇൻ ആർട്ടിഫിഷ്യൽ റേറ്റ്. എന്താണ് ആർട്ടിഫിഷ്യൽ റേറ്റ് എന്ന് പറയുന്നത്? എപ്പോഴും പറയാറുള്ളതാണ്, അതായത് ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും അല്ലെ. ഒരുപാട് അത് അവർക്ക് സാലറിക്ക് അപ്പുറമുള്ള എന്തെങ്കിലും എംപ്ലോയ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബെനിഫിറ്റ്സുകളൊക്കെ പാക്കേജുകളൊക്കെ അവർക്ക് ലഭ്യമാകുകയാണെങ്കിൽ അവർക്ക് ആ കമ്പനിയോട് താല്പര്യം കൂടും. സോ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും അല്ലെ. റിഡക്ഷൻ ഇൻ ആർട്ടിഫിഷ്യൽ റേറ്റ്, അതായത് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എന്താണ് അവിടെ പ്രൊഡക്റ്റ് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കാരണം നല്ല സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവര് വർക്ക് അല്ലെ നന്നായിട്ട് തന്നെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ തക്കത്തിൽ തന്നെ അവര് പ്രയത്നിക്കും. കാരണം അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടറിഞ്ഞിട്ടാണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ. ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷനോട് ചേർന്ന അല്ലെ കാൻഡിഡേറ്റ് സർവീസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് ഗുണകരമായിട്ട് അവർക്ക് ആ ഒരു ടൈമില് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻ കേസ് എന്താണ് അവരുടെ പ്ലേസിൽ നിന്ന് തന്നെ അവർക്ക് എന്താണ് ഓഫീസിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള സർവീസുകളൊക്കെ പ്രദാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ അവരുടെ ആ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞിട്ടാണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. സോ അവര് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. Then create a trust and warmth in employer and employer relationship. നമുക്കറിയാം നല്ലൊരു അല്ലെ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകളോ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടപ്പാക്കിക്കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കുമ്പോൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ ഇവരുടെ മെയിൻ തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ അവരൊരിക്കലും എന്താണ് എംപ്ലോയിക്ക് ദോഷകരമായിട്ടില്ല ചെയ്യില്ല എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് അവര് പ്രവർത്തിക്കാൻ തുടങ്ങും. സോ ഹെഡിങ്സ് ഒക്കെ നോക്കി വെക്കുക. ഇമ്പോർട്ടൻസിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ് ആൻഡ് റിഡക്ഷൻ ഇൻ ആർട്ടിഫിഷ്യൽ റേറ്റ്, എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഓക്കെ, പ്രോഗ്രാംസ്. കാരണം ഇതിൽ നമുക്കറിയാം പല പല ഹെഡിങ്സുകളുണ്ട് അല്ലെ. ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്, അങ്ങനെ പല ഹെഡിങ്സുകൾ വരുമ്പോൾ ഇതിന്റെ അണ്ടറിൽ എന്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്കറിയാം ഒരു പാരന്റ്സ് എന്നുള്ള റിലേഷൻഷിപ്പോട് കൂടിയിട്ട് പോകുന്ന ഒരു രീതി അത് അവർക്ക് ഫീൽ ചെയ്യാൻ, എംപ്ലോയീസിന് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് പാറ്റേണലിസം ചാർജ് അല്ലെ, ആ ഒരു രീതിയിൽ ചിലപ്പോ മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു രീതി. Okay, sorry, കിട്ടുന്നോ.
ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മള് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പാരന്റ് എന്നുള്ള ആ ഒരു രീതിയിൽ അവർക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കാരണം കണ്ടിന്യൂസം ചാർജ്, ഹ്യൂജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ ഹൈ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെലവ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം എംപ്ലോയിക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന സർവീസുകളാണ് അല്ലെ. അപ്പൊ അധികമായിട്ട് ചെലവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ട്രെൻഡ് നമുക്കറിയാം എപ്പോഴും അല്ലെ പുതുമയ്ക്ക് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. എംപ്ലോയി ആണെങ്കിലും പുതുമ നിറഞ്ഞ കോമ്പൻസേഷനുകൾ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ പാക്കേജുകളായിരിക്കും ആഗ്രഹിക്കുന്നത്. സോ ഇതെല്ലാം എല്ലാ കമ്പനികളിൽ നിന്നും ഓഫർ ചെയ്യുന്ന ഒരു രീതി, ആ ഒരു മനോഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയേഴ്സ് അല്ലെ. അവിടെ നമുക്കറിയാം അവിടെ എന്താണ് എംപ്ലോയീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്ഫുൾ വർക്ക് അല്ലെ, കമ്പനിക്ക് എപ്പോഴും ഗുണകരമായിട്ടുള്ള വർക്ക് കിട്ടണമെന്നാണ് തൊഴിലുടമ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കൂടി അവൈലബിൾ ആക്കുമ്പോഴെന്താ പ്രത്യേകത, ചില എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് അല്ലെ ഗുണകരമായിട്ടുള്ള കുറെ ബെനിഫിഷ്യൽ പാക്കേജുകൾ നമുക്കും അർഹതപ്പെട്ടതായിട്ട് കിട്ടും. കാരണം എല്ലാവർക്കും ഇപ്പൊ കേസ് ഒരു ടൂറൊക്കെ പാക്കേജ് ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും മാറ്റി നിർത്തില്ല അല്ലെ. എല്ലാവർക്കും കൂടി ഒരു സാഹചര്യമാണ് അത് ഒരിക്കലും കൂടി. സോ അവരെന്താണ് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഈ ബെനിഫിഷ്യൽ പാക്കേജില് പങ്കാളിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ള മനോഭാവത്തോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. Then avoiding other employee functions. എന്താണ് അവിടെ അടുത്തതായിട്ട് പറയുന്നത്, അവോയ്ഡിങ് അതർ എംപ്ലോയീസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് അവിടെ എപ്പോഴും മറ്റു അല്ലെ പേയിങ് അറ്റൻഷൻ ടുവേർഡ്സ് ദ എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ദ എംപ്ലോയർ ജനറലി ബിക്കം മോർ ഫോക്കസ്ഡ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. അതായത് ഈ ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക. അത് ഏറ്റവും ന്യൂ ആയിട്ടുള്ള ട്രെൻഡില് ഏതൊക്കെ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് അതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുക. അത് അധികം കോസ്റ്റ് ഇല്ലാതെ തന്നെ എംപ്ലോയിക്കൊക്കെ ലഭ്യമാക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മറ്റു പല കാര്യങ്ങളും വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ഹെഡിങ് മനസ്സിലാക്കി തന്നെ പോവുക. Capitalism charge, high huge expenditure, becoming new trend, and less productive employees, then avoiding other employees functions. Clear അല്ലേ? മുന്നോട്ട് പോകാലോ? അയച്ചു നോക്കിയിരുന്നോ? അങ്ങനെ ഇപ്പൊ ടച്ച് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി എന്താണ് എംപ്ലോയീസ് റിലേഷൻസ്? ഓക്കെ, ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാക്കണം. ഓക്കെ, അത് ആ ഒരു കൺസിഡറേഷൻ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുന്നതൊക്കെ. എംപ്ലോയി റിലേഷൻസിൽ നമുക്കറിയാം തൊഴിലുടമ തൊഴിലാളികളുടെ മാത്രം ബന്ധം അല്ലെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് ഓർഗനൈസേഷന് അതിന്റെ പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കില്ല. മറ്റു അല്ലെ പലതുമായിട്ട് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് കാത്ത് സൂക്ഷിക്കണം. ഗവൺമെന്റ് ആയിട്ട് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആക്ടുകൾ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമങ്ങളൊക്കെ തന്നെ പാലിച്ചു പോകാനായിട്ട് ആ ഇൻഡസ്ട്രി തയ്യാറാകേണ്ടതാണ്. നമുക്കറിയാം മാർക്കറ്റില് നമ്മുടെ ഏത് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആണെങ്കിലും ബിസിനസ് ഓറിയന്റഡ് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും അത് മാർക്കറ്റിൽ വിപണനം ചെയ്താൽ മാത്രമാണ് കമ്പനിക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. സോ മാർക്കറ്റ് അതുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പും അതും നല്ല രീതിയിൽ ബെറ്ററായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കണം അല്ലെ. ഇൻ കേസ് നമ്മുടെ കമ്പനിയിൽ യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ടാണെങ്കിൽ മറ്റ് എംപ്ലോയർ അസോസിയേഷനൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം, വ്യാപാര ബന്ധം അവിടെ സ്ഥാപിച്ചു തന്നെ മുന്നോട്ട് പോകണം. എവിടെയെങ്കിലൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ആരോടെങ്കിലൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും തീർച്ചയായിട്ടും നല്ല ഫ്ലോയിൽ തന്നെ അല്ലെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കമ്പനിക്ക് നേടാനായിട്ട് സാധിക്കാതെ വരും. സോ അത് എല്ലാവരുമായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് സൂക്ഷിക്കേണ്ടതാണ്. എംപ്ലോയി റിലേഷൻസ് ആർ നോൺ ആസ് ഡിഫറെന്റ് നെയിംസ്, അതൊന്നും ഓർത്ത് ചെയ്യണം. പലതരത്തില് പേരുകൾ അറിയപ്പെടുന്നുണ്ട്. എന്താണ് ലേബർ മാനേജ്മെന്റ് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്. എന്താണ് എംപ്ലോയി റിലേഷൻസ് ആണ്. ER എംപ്ലോയി റിലേഷൻസ്, ലേബർ റിലേഷൻസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒക്കെ സെയിം മീനിങ് തന്നെയാണ്. അതിന്റെ ആ റിലേഷൻസ് ആൻഡ് എന്താണ് ഇൻഡസ്ട്രീസ് അത് എങ്ങനെയാ രണ്ട് വേർഡ്സ് അതൊന്ന് ഓർത്തേക്കണം അല്ലെ. ആ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ അതോടൊപ്പം തന്നെ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്നുള്ള കാര്യവും ഓർത്തേക്ക് പോവുക.
ഓക്കെ, ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണെങ്കിൽ റിലേഷൻസ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, എംപ്ലോയി ആൻഡ് എംപ്ലോയി, ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി. അല്ലെ, റിലേഷൻസ് എന്ന് പറഞ്ഞാൽ പലരായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം എന്നുള്ളതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടെന്നുള്ളതാണ് എന്താണ് ഇൻഡസ്ട്രിയിൽ വരുന്നതെങ്കിൽ റിലേഷൻസിൽ പലരായിട്ട് നല്ലൊരു ബന്ധം വേണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിനോട്ട് ചെയ്ത് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും വളരെ സിമ്പിൾ ആണെങ്കിലും അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സാം ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്? ഓക്കെ, ചെറിയ ഭാഗമാണെങ്കിലും എപ്പോഴും ഈ ഒരു ഭാഗത്തുനിന്ന് ചെറിയ പോർഷനിൽ നിന്ന് തന്നെ കാണാറുണ്ട്. പിന്നെ നാരോ സെൻസ് ഉണ്ട്, വൈഡ് സെൻസ് ഉണ്ട്. ആ നാരോ സെൻസിൽ എന്താണ് എടുത്ത് പറയുന്ന കാര്യം ഓർത്ത് വെക്കുക. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടോക്ക് അബൌട്ട് every sort of association between all members of an organization, just between employees, unions and workers. അതായത് ആ ഒരു എംപ്ലോയിയുടെ എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിലുള്ള ഒരു ഘടകങ്ങളാണ് അല്ലെ, തൊഴിലാളികൾ, തൊഴിലുടമ, യൂണിയനുകൾ, വർക്കേഴ്സ് അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധത്തിനെയാണ് എങ്കിൽ വൈഡ് സെൻസിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ടോക്ക് അബൌട്ട് ഓൾ ഫോംസ് ഓഫ് അസോസിയേഷൻസ് ദാറ്റ് ഓർഗനൈസേഷൻസ് ഫോംസ് വിത്ത് ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് എ സൊസൈറ്റി വിത്ത് കോമൺ ഇൻഡിവിജ്വൽ കോൺടാക്ട്. ഓക്കെ, ഏത് വിഭാഗക്കാരായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതുണ്ടോ, ആ ഒരു ഇൻഡസ്ട്രിക്ക് ഏത് വിഭാഗക്കാരായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതുണ്ടോ അത്തരത്തിലുള്ള എല്ലാ വിഭാഗക്കാരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് വൈഡ് സെൻസിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നാരോ സെൻസിലാണെങ്കിൽ ആ കമ്പനിയുടെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെ, യൂണിയനുകൾ, എംപ്ലോയീസ്, എംപ്ലോയറിനൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ വൈഡ് സെൻസിൽ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രി ഏതൊക്കെ വിഭാഗക്കാരായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ, ഗവൺമെന്റ് ആയിട്ട്, മാർക്കറ്റ് ആയിട്ട്, കേസ് അതർ കൺട്രീസ് ആയിട്ട് അല്ലെ, ഏത് തരത്തിലുള്ള കരാറുകളൊക്കെ ഉൾപ്പെടുന്നവരൊക്കെ ആയിട്ട് എന്തായാലും അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അത് സൂക്ഷിക്കണം എന്നുള്ളതാണ് വൈഡ് സെൻസിൽ മീൻ ചെയ്യുന്നത്. ഡെഫിനിഷൻസ് ഒന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പേരുകളും ഓർത്ത് വെച്ചേക്കാം. ILO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അങ്ങനെ അബ്രിവേഷൻസും വിട്ട് കളയാതിരിക്കാൻ തന്നെ ശ്രമിക്കുക. അല്ലേ, ശരിയാത്ത ഓർമ്മയുണ്ടോ? പ്രൊഫസർ ക്ലർക്ക്, ഡെല്ലി ഓർഡർ ആൻഡ് പ്രൊഫസർ ജനറൽ അപ്പർ. അവരൊക്കെ ഓരോരുത്തരും ഏത് രീതിയിലാണ് ഈ എംപ്ലോയി റിലേഷൻസിനെ മീൻ ചെയ്തിരിക്കണേ എന്നുള്ള കാര്യം ഒന്നും ഓർത്ത് വെച്ചാൽ മതി. കൈകാട്ട് പഠിക്കണ്ട, പക്ഷെ അത് എംപ്ലോയി റിലേഷൻസ് ആണെന്നും ഇവരാണ് മീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കാതെ മനസ്സിലാക്കി വയ്ക്കുക. നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻസ് മിക്കവാറും വലിയ വലിയ ഹെഡിങ്ങുകളും കുറെ പോയിന്റ്സുകളും ഇങ്ങനെയുണ്ടാവും അല്ലെ. നേച്ചർ ഉണ്ട്, അതേപോലെ തന്നെ നമുക്കറിയാം സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതുകളുണ്ട്. ഇപ്പൊ മാറിപ്പോവാതിരിക്കാനായിട്ട് ഹെഡിങ്സുകൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിലൊക്കെ ഇൻഡസ്ട്രിയൽ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷൻ നേച്ചറൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് അവിടെ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് അല്ലെ, ഫസ്റ്റ് നമ്മൾ കണ്ട കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതേമാതിരി തന്നെ മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പ് നല്ല എന്തായാലും ഒരു ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവിടെ സഹകരണവും ആവശ്യമാണ്, തർക്കങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അത് മനസ്സിലാക്കി തന്നെ പോകേണ്ടതാണ്. സഹകരിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ഉള്ളൂ. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകേണ്ടതും ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. എന്താണ് എംപ്ലോയി റിലേഷൻസിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇസ് കൺസിഡർഡ് ടു ബി എ ഫ്യൂഷൻ ഓഫ് എ ടാസ്ക് എന്നുള്ള രീതിയിലൊക്കെ ചെറുതായിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഫ്യൂഷൻ അവിടെ ഉണ്ടാവും അല്ലെ. എന്തിന്റെയൊക്കെയാണ്? കോർപ്പറേഷന്റെ കോൺഫ്ലിക്ട്സിന്റെയും ഫ്യൂഷൻ അവിടെ ഉണ്ടാവും. മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്നുള്ള രീതിയിലൊക്കെ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയാൻ കാരണം എന്താ? അതായത് അവരുടെ സോഷ്യോളജി, ലോ, എക്കണോമിക്സ്, സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ് ഇതെല്ലാം ആ ഒരു ഇതിൽ പെടുന്നുണ്ട് അല്ലെ. രാഷ്ട്രീയമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, സാമ്പത്തികമായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. അതേപോലെ തന്നെ സൊസൈറ്റിക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ
മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ബഹുമുഖ ഒരു സവിശേഷത കൂടി ഇതിന് പ്രധാനമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇത് വേരിയസ് ഫീൽഡ് ലൈക്ക് സോഷ്യോളജി, ലോ, എക്കണോമിക്സ്, സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ് എക്സെട്ര. Then എന്താണ് interdisciplinary approach help one to know industrial relations of an area. Okay, that consists of a different subject. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതില് എല്ലാ കാര്യങ്ങളും കൂടി അവിടെ ഉൾപ്പെടുന്നുണ്ട്. ഇൻ കേസ് നമ്മുടെ എല്ലാ മേഖലയും ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് മാത്രമേ തന്നെ അവിടെ പരാതികൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കണ്ടെത്തണം അല്ലെ. ഇവിടെ കോർപ്പറേറ്റുകളുണ്ട്, കോർപ്പറേഷനും ഉണ്ട് അല്ലെ. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തണം. കളക്റ്റീവ് ബാർഗെയിനിങ് ആയിട്ട് ഒരു കൂട്ടം തൊഴിലാളികളൊക്കെ ഒന്നിച്ച് വിലപേശിയവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വരാം. രജിസ്ട്രേഷൻ, എംപ്ലോയ്മെന്റ്, ഇതൊക്കെ നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അനുയോജ്യമായിട്ട് തന്നെ മുന്നോട്ട് പരിഹരിച്ചൊക്കെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അടുത്ത ഹെഡിങ് പറയുന്ന മൾട്ടി ഡയമെൻഷൻ ഇൻ നേച്ചർ. അവിടെ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവ രീതി കൂടി അതുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷനിലെ തൊഴിലാളികളുടെ അതേപോലെ ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള അല്ലെ. നമുക്കറിയാം സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന ടൈമിൽ അതിനനുസരിച്ചുള്ള പുരോഗതി നമ്മുടെ ഇൻഡസ്ട്രിക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അനുകൂലമായി തന്നെ അല്ലെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ പല ബന്ധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ടെക്നോളജി ആണെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം നമുക്കറിയാം. ഒരു നമ്മുടെ കമ്പനിയിൽ പുതിയൊരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അല്ലെ ചിലപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് നടക്കണമെങ്കിൽ സോ അതനുസരിച്ചിട്ട് തന്നെ നമ്മുടെ മറ്റു കൺട്രികളൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം, കരാറിലൊക്കെ ഉൾപ്പെടണം. ഇൻ കേസ് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് അല്ലെ ട്രെയിനറെ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമാണ് നമുക്ക് ട്രെയിനറൊക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സോ എല്ലാത്തിലും നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് അത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെയല്ലേ? ഓക്കെയാണോ? റിലേഷൻസ് നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് പോകാം. ഫാക്ടേഴ്സ് നമുക്കപ്പോ ട്രേഡ് യൂണിയനും പിന്നെ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങും ആയിരിക്കും ബാക്കിയുള്ളത് അല്ലെ. റിലേഷൻസ് നോക്കാം. കുറച്ചും കൂടി നോക്കിയിട്ട് നമുക്ക് ബാക്കി ഭാഗം എടുക്കാൻ പോവാം. നമുക്ക് എന്താണ് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് എംപ്ലോയർ റിലേഷൻസ് ആണ്. സ്പീഡിൽ പോവാം. നമുക്കറിയാം സ്കോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികള് മറ്റു ഇതൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമുക്കറിയാം ഇതിൽ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എപ്പോഴും കാണുന്നതാണ്. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടിസിപ്പേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അതായത് എംപ്ലോയിനെയും കൂടി ഡിസിഷൻ എടുക്കാനായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എന്താണ് അത് കമ്പനിക്ക് ഗുണം ചെയ്യും. ഓക്കെ, അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ എന്താണ് അത് തീർച്ചയായിട്ടും നേടണമെന്ന് ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തൊഴിലാളികൾക്കും അല്ലെ ഒരു എന്താണ് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, അവർ കടപ്പാടുണ്ടാവും. സോ അവര് മാക്സിമം ഉത്സാഹപരിതരായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് തീർച്ചയായിട്ടും തർക്കങ്ങളൊക്കെ പരിഹരിച്ച് പോകാനായിട്ട് നമുക്കറിയാം ആ നിയമം 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഉണ്ട്. ആക്ട് പ്രകാരമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ആ ഒരു ഇയർ ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ട്രേഡ് യൂണിയൻ നമുക്കറിയാം. ട്രേഡ് യൂണിയൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ആര് ഫോം ചെയ്യുന്നതാണ്? ഞാൻ മാത്രം പറഞ്ഞു വയ്യ ഡിവിഷനാവില്ല അല്ലെ. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതേമാതിരി തന്നെ എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷന്റെ ഒക്കെ ഒരു അബ്രിവേഷൻ എങ്കിലും അറിയാമോ? ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ ആണോ, എംപ്ലോയറി ആണോ, എംപ്ലോയറി ആണോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എംപ്ലോയറിന്റെ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? നിധി ഇതല്ല, അത്യാവശ്യം
അബ്രിവേഷനെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ തൊഴിലുടമയുടെ സംഘടനകൾ ഏതൊക്കെയാണ്? AIOE. മെസ്സേജ് അയക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇത് കൈകാട്ടൊന്നും മനസ്സിലാക്കാതെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. CIE AIOE, All India Organization of Employers, then the Council of Indian Employers. ഈ അബ്രിവേഷൻ അല്ലാതെ ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോം തന്നെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇതൊക്കെ എംപ്ലോയറുടെ ഓർഗനൈസേഷൻ ആണ്. അതല്ലാതെ അബ്രിവേഷൻ എന്നൊക്കെ ഇത് ആരുടെ ഓർഗനൈസേഷൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടാണ്. എംപ്ലോയറുടെ ആണോ എംപ്ലോയറുടെ ആണോ എന്നൊരു ഡൗട്ട് വരും. സോ അത് മനസ്സിലാക്കി തന്നെ വെക്കുക. അബ്രിവേഷൻസ് മസ്റ്റ് ആയിട്ട് ബൈഹാർട്ടായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. കളക്റ്റീവ് ബാർഗെയിനിങ് നമുക്കറിയാം. തൊഴിലാളികളുടെ തൊഴിലുടമയുടെ ആരുടെയാണെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്താവുന്നതാണ്. അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നു, അതിനുശേഷമാണ് റിസൾട്ടിന്റെ എഗ്രിമെന്റിലേക്ക് എത്തുന്നു ബോത്ത് പാർട്ടീസ് അല്ലെ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കളക്റ്റീവ് ബാർഗെയിനിങ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. കളക്റ്റീവ് ബാർഗെയിനിങ് ഇസ് ദ ഒഫീഷ്യൽ പ്രൊസീജിയർ that comprises negotiation and information sharing between employees and employees and employers. Okay, resulting in an agreement which is suitable to both the parties. തീർച്ചയായിട്ടും ഇരു കൂട്ടർക്കും ഗുണകരമായ രീതിയിലാണ് തീരുമാനം എത്തുന്നത് അല്ലെ. ഒരു കൂട്ടരും ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവില്ല അല്ലെ. അപ്പൊ ഇരു കൂട്ടർക്കും എംപ്ലോയിക്കാണെങ്കിലും എംപ്ലോയർക്കാണെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരു എഗ്രിമെന്റിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നോക്കുകയാണെങ്കിൽ ലേബർ ലെജിസ്ലേഷന് എന്താണ് ഡിമാൻഡ്സ് റിഡ്രസൽ ഹെഡിങ്സുകളൊക്കെ വന്ന് ചുള്ളിയിൽ കാണുകയാണെങ്കിൽ ഓർത്തിച്ചിരിക്കാം. ഇതെല്ലാം സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുന്നത്? അതായത് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്താനായിട്ട് റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റിന്റെ ആക്ടുകളും കാര്യങ്ങളൊക്കെ നിയമങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിലേഷൻഷിപ്പ് ഉള്ളത് അതുകൊണ്ടുകൂടി വേണം. എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, എംപ്ലോയിയുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് സപ്പോർട്ട് ലേബർ യൂണിയൻസ് ടു പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. യൂണിയനുകളെ നമുക്കറിയാം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും യൂണിയന്റെ ഒക്കെ നേതൃത്വത്തിലായിരിക്കും എംപ്ലോയീസിന്റെ എന്തെങ്കിലും റൈറ്റ്സ് ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. സോ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ ടു പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് തർക്കങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ടു റെഡ്യൂസ് സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്സ്. തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അല്ലെ നമ്മുടെ അല്ലെ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കി കൊണ്ടുവരാനായിട്ട് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ടു പ്രൊവൈഡ് പ്രൊപ്രൈറ്ററി ഇൻട്രസ്റ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും അവരുടേതായിട്ടുള്ള അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നേട്ടങ്ങൾ വേണമെന്ന് തൊഴിലുടമ ആഗ്രഹിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ എംപ്ലോയി അവരുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ സമയം വിനിയോഗം ചെയ്യുന്നതനുസരിച്ച് റിട്ടേൺ നേടിയെടുക്കണമെന്ന് തീർച്ചയായിട്ടും അവര് ആഗ്രഹിക്കുന്നു. സോ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയീസ് റിലേഷൻഷിപ്പ് വരുന്നത്. സോ ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതിന്റെ ഹെഡിങ്സ് ജസ്റ്റ് ഒന്ന് അറിയിക്കാം. ആക്ടേഴ്സ്. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ്? 3 പേരുടെ പേരാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകേണ്ടത്. ആരൊക്കെയാണ്? ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് അനുമതി വേണം അല്ലെ. ആ അനുമതി നമുക്ക് ലഭ്യമാകുന്നത് ആരിൽ നിന്നാണോ? ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് അല്ലെ. അപ്പൊ ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട ആക്ടറാണ്. അതേപോലെ തന്നെ തൊഴിലുടമ അദ്ദേഹമാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് തൊഴിലാളികളൊക്കെ സംഘടിപ്പിച്ച് തീർച്ചയായിട്ടും ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. തൊഴിലുടമ വർക്കേഴ്സ് എംപ്ലോയീസ് തീർച്ചയായിട്ടും നമുക്കറിയാം എത്രമാത്രം മെഷീനറി ഉണ്ടെങ്കിലും അത് കുറച്ച് കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ച് എംപ്ലോയീസ് എങ്കിലും അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അവിടെ ഉള്ള ആ ഹ്യൂമൻ റിസോഴ്സസ്
അതാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ 3 ആക്ടേഴ്സിനാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 3 ആക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അത് നമുക്ക് അറിയാവുന്നതാണ്, എംപ്ലോയറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരായിരിക്കും നിലകൊള്ളുന്നത്? ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് നിലകൊള്ളോ എംപ്ലോയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ? അല്ലെ? അതേമാതിരി തന്നെ എംപ്ലോയിനെയോ നമുക്കറിയാം, അതിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ എന്തൊക്കെ എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാൻ യൂണിയനുകളുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആര് നിലകൊള്ളുന്നു? അറിയാവുന്ന കാര്യങ്ങളാണ്. ആരാ നിലകൊള്ളുന്നത് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ? ബോർഡ് നിലകൊള്ളുന്നത്. ഓക്കെ, ബോർഡിന്റെ സഹായത്തോടു കൂടിയാണ് ഗവൺമെന്റിന്റെ ഇതിനൊക്കെ എന്തെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സ്ട്രെങ്ത് പകരുന്നത് നീതി കോടതികളൊക്കെയാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചിട്ട് അത് 3 വീണ്ടും വിവരിക്കുന്നുണ്ട്. വർക്കേഴ്സ് ആൻഡ് their ഓർഗനൈസേഷൻസ്, എംപ്ലോയേഴ്സ് ആൻഡ് their ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ്സ് ഓർ സ്റ്റേറ്റ്. അറിയാവുന്ന കാര്യങ്ങളാണ്, ഡിസ്കസ് ചെയ്യേണ്ടതില്ലല്ലോ. Then factors influencing employee relations. എന്തൊക്കെ ഘടകങ്ങള് എംപ്ലോയി റിലേഷൻസിനെ അല്ലെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മൾ ജസ്റ്റ് കണ്ടുപോയ കാര്യങ്ങളാണ്. അതായത് നേച്ചറിലൊക്കെ കണ്ടുപോയതാണ്. എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിലെല്ലാം മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്തൊക്കെയാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ പെടുന്നത് അല്ലെ? പ്രധാനമായിട്ട് നമുക്കറിയാം സ്ട്രക്ചർ ഓഫ് എക്കണോമി, സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, ഫിക്സ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പെടുന്നത്? ഗവൺമെന്റ് പോളിസികൾ, labor laws, working of labor codes, industrial patronage, labor unions and employee organization are institutional factors. ഇതൊക്കെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം technology and advancement in the proficiency of workers have also introduced a new class of employees called knowledge workers. Okay. അപ്പൊ ടെക്നോളജി പുതിയതായിട്ട് വരുന്നത് അനുസരിച്ചിട്ട് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. ആൻഡ് ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് ടെക്നോളജിയിലെ മോർ അഡ്വാൻസ്ഡ് നീഡ്സ് ലെസ്സർ ഹ്യൂമൻ ക്യാപിറ്റൽ. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുകയും മെഷീൻസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് അതനുസരിച്ചിട്ട് കുറച്ച് യൂസ് ചെയ്താൽ മതിയാവും. രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, സ്വാധീനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാം എന്തെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വർക്കിംഗ് കണ്ടീഷൻസ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് എംപ്ലോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂണിയൻ പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സഹായിക്കുന്നത്. അതേമാതിരി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ആ ഒരു ലിവിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. Factors are about different rules, ethics and principles that exist in a society. Okay, നമുക്കറിയാം ധാർമ്മിക മൂല്യങ്ങളും നിയമങ്ങളും അതെല്ലാം തന്നെ പാലിച്ചു പോകേണ്ടത് ആവശ്യമാണ്. ഒരു സമൂഹത്തില് നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെ അത് മാത്രം അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഹെൽത്ത് ഓഫ് ഓർഗനൈസേഷൻ, ഡിഗ്രി ഓഫ് കോമ്പറ്റൻസ് അല്ലെ, അവിടെ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റ് എല്ലാ കേസ് ഓർഗനൈസേഷനുള്ളവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ തന്നെ നിലനിൽപ്പ്, ഇതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി വരുന്ന ഇന്നോവേഷൻസ് ചേഞ്ചസ് ഒക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. അവിടെ നമ്മൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മാത്രമല്ല ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടിയൊക്കെ കൺസിഡർ ചെയ്യുന്നു. അതെല്ലാം ബിസിനസ് കമ്പനി കൂട്ടി പോകേണ്ട അവസ്ഥ അല്ലെ. അപ്പൊ ഓർഗനൈസേഷൻ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഗോളപരമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണം അല്ലെ, നമ്മുടെ റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയോ നമ്മുടെ വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ ഗ്ലോബലി നമ്മളുടെ ഒരു വ്യാപാര ബന്ധം അവിടെ സ്ഥാപിച്ച് മുന്നേറി പോകേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഘടകങ്ങളിലേക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതൊക്കെ നോക്കാം. അതിനനുസരിച്ചിട്ട് അല്ലെ നമ്മുടെ പ്രത്യേകമായിട്ട് ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഗ്ലോബൽ കൾച്ചറൽ എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്സ് ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്ക് അപ്രോച്ചസ് തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നോക്കാം. നമുക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ തീർക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അപ്രോച്ചസ് തുടങ്ങി ദിവസത്തേക്ക് നോക്കാം.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നടത്തിയത് നമ്മളെ അല്ലെ എന്താണ് ഫാക്ടറി ബാർഗെയിനിങ്ങുമായി ബന്ധപ്പെട്ട പ്രോസസ് ഓഫ് ഫാക്ടറി ബാർഗെയിനിങ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പ്രിപ്പയറിംഗ് ഫോർ നെഗോഷിയേഷൻ, ദെൻ നെക്സ്റ്റ് ഐഡന്റിഫൈയിങ് ബാർഗെയിനിങ് ഇഷ്യൂസ്. നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നെഗോഷിയേറ്റിംഗ്. ഇത് മുതലല്ലേ എടുക്കേണ്ടത് അല്ലേ? ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് റിവിഷൻ കിട്ടുന്ന ക്ലാസ് നമുക്ക് മൊത്തം റിവൈസ് ചെയ്യാം. നോക്കാം. അപ്പൊ നെഗോഷിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ നെഗോഷിയേഷൻ phases starts when both the sides put forward their initial demands. നമുക്കറിയാം രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ തൊഴിലുടമയുടെ സൈഡിൽ നിന്നും തൊഴിലാളികളുടെ സൈഡിൽ നിന്നും നമുക്കറിയാം അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വേണമെന്നുള്ള കാര്യം ഉണ്ടാവാം. The final agreement is not reached immediately as the negotiation may spread across several days. ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ എന്താണ് നെഗോഷിയേഷൻ ചർച്ച സംഘടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നമുക്ക് തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നില്ല, അല്ലെ? ശരിയല്ലേ? തീരുമാനങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു മീറ്റിംഗിൽ തന്നെ സ്ഥാപിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ചർച്ചയ്ക്ക് അലസി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അല്ലെ? അപ്പൊ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും ചിലപ്പോൾ വേണമെങ്കിൽ ചർച്ചയ്ക്ക് സംഘടിപ്പിക്കും. അങ്ങനെയായിരിക്കും ആ ചർച്ചകൾക്ക് ഒരു ഫൈനലൈസേഷൻ വരിക, അല്ലെ? These days are marked by intense discussion, competition between opposing groups using interchangeable points, workplace and threatening each other through strike and lockouts. അങ്ങനെ നമുക്കറിയാം കുറച്ച് ദിനങ്ങളൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അവര് പരസ്പരം അല്ലെ കുറെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്താം, കുറെ ഡിഫറൻസ് അവരുടെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രൈക്കിലേക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ചർച്ച അലസി പോയതിനു ശേഷമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, അല്ലെ? അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ അഗ്രിമെന്റ് ഈസ് സൈൻഡ് ബൈ ദ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ആൻഡ് ദ യൂണിയൻ വിച്ച് ഈസ് എ മേജർ റെസ്പെക്ട് ഫോർ ഓൾ. പിന്നെ അവസാനം വീണ്ടും ചർച്ചകൾ അല്ലെ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പരസ്പരം മീഡിയേറ്റർ ഏതെങ്കിലും ആരെങ്കിലൊക്കെ മധ്യസ്ഥം വെച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ഒരു ഫൈനൽ അഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. The more skilled the negotiators, the better chance of success they have in taking the negotiations. Okay, നമുക്കറിയാം കുറെ അല്ലെ ചില എന്താണ് യൂണിയൻ നേതാക്കളുടെ ഒക്കെ പ്രത്യേകത അവർക്ക് ചർച്ചകളൊക്കെ നീട്ടിക്കൊണ്ടുപോകാനും അതേപോലെ തന്നെ ചർച്ചകൾ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ആ പവർ ഉണ്ട്, അല്ലെ? അപ്പൊ മോർ സ്കിൽഡ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് ദ ബെറ്റർ ചാൻസ് ഓഫ് സക്സസ് ഹാവ് ഇൻ വിന്നിംഗ് ദ നെഗോഷിയേഷൻസ്, അല്ലെ? ചർച്ചകൾക്കൊക്കെ ഒരു എഗ്രിമെന്റിൽ എത്തിപ്പെടാൻ പറ്റുന്ന കാര്യത്തിലേക്ക് അല്ലെ ഒരു ലീഡർഷിപ്പ് വഹിക്കാൻ പറ്റുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നെഗോഷിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചർച്ചകളാണ്. ആ ചർച്ചകൾ ചിലപ്പോൾ സംഘടിപ്പിക്കുന്ന ആ ടൈമിൽ തന്നെ എംപ്ലോയറുടെയും എംപ്ലോയറുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ഇരുകൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ എത്തിപ്പെടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ വീണ്ടും എന്താണ് അവിടെ പല പല വീക്ഷണക്കോണുകളും അല്ലെ ചിലപ്പോ ഒക്കെ നമുക്കറിയാം ഒരു ഫൈനലൈസേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ചിലപ്പോഴാണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു നമുക്കറിയാം ഗവൺമെന്റിന്റെ ഭാഗത്തൊക്കെ അവിടെ എന്താണ് പ്രസിഡന്റ് അല്ലെ അവിടെ തീർച്ചയായിട്ടും മറ്റുള്ള സമൂഹത്തിൽ നിന്നുള്ള വ്യൂ പോയിന്റ്സും കൂടി അറിയാനൊക്കെ ആയിട്ടുള്ള ഒരു അല്ലെ ഒരു സിറ്റുവേഷൻസ് വരെ അറേഞ്ച് ചെയ്യും, അല്ലെ? ആ ഒരു പ്ലാറ്റ്ഫോം വരെ വിളിച്ചു കൊടുക്കും. സോ അങ്ങനെ പല രീതിയിൽ നമുക്കറിയാം ഒരു ചർച്ചകൾ പോകാനായിട്ട് നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എനിവേ എന്തൊക്കെ തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഫൈനൽ അഗ്രിമെന്റിലേക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ അല്ലെ വളരെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്കറിയാം ഒരു പല തീരുമാനത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. റീച്ചിങ് ദ റാറ്റിഫൈയിങ് ദ എഗ്രിമെന്റ്. അതാണ് റീച്ചിങ് ആൻഡ് റാറ്റിഫൈയിങ് ദ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് എഗ്രിമെന്റിൽ എത്തുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുക. Agreement which has been made is still an informal one and is needed to be discussed by other members. Okay, നമ്മളിപ്പോ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വായിച്ചു നോക്കി അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ നടത്തി ഒരു അല്ലെ ഒരു ആൾക്കാരുടെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിപ്പെടുത്തേണ്ടതുണ്ട്. And it needs to be discussed by other members. മറ്റു മെമ്പേഴ്സിനൊക്കെ ചിലപ്പോൾ വായിച്ചു കേൾപ്പിച്ച് അവരിൽ നിന്നൊക്കെ ഒരു കൺഫർമേഷൻ നേടിയിരിക്കേണ്ടതുണ്ട്. Hence, the two sides generally return to their respective people to determine the acceptability of the agreement. തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ട് സൈഡിൽ നിന്നും അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് അത് അക്സെപ്റ്റബിൾ ആവണം, അല്ലെ? സ്വീകാര്യമായാലാണ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടാനായിട്ട്.
ഫോമൽ ആയിട്ട് അല്ലെ നമുക്കറിയാം ഇൻഫോമൽ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. And important stages of rectification in this stage, the union members are asked to vote on the agreement after it is being explained by the union negotiation team. തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാകില്ല അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്തായിരിക്കും അതിൽ എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങളൊക്കെ അവർ നോട്ട് ചെയ്ത് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം ഒരു ഫൈനലൈസേഷൻ ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ കറക്റ്റീവ് കാര്യങ്ങളൊക്കെ വരുന്ന ചിലപ്പോൾ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും ഇത് ഈ ഒരു തീരുമാനത്തിന് സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. Then എന്താണ് a favorable vote translate an agreement into a contract. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള വോട്ട് എന്തിനാണ് കിട്ടിയത്. ചിലപ്പോൾ ഒന്ന് രണ്ട് ടീമുകളൊക്കെ ആയിട്ട് നമുക്ക് ഇതിന് വേണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് ചിന്തിക്കാം എന്ന മറ്റു രീതിയിൽ ഫേവറബിൾ ആയിട്ട് ചിന്തിക്കാം എന്നുള്ള പരസ്പര ധാരണാപത്രങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് കൂടുതൽ വോട്ട് വരുന്നത് അല്ലെ, അത് അനുസരിച്ചിട്ട് നമുക്കറിയാം അവിടെ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. unless the contract has a clarity and accuracy, it can lead to grievance or other problems. നമുക്കറിയാം ഇതിങ്ങനെ അല്ലെ പരസ്പരം മെമ്പേഴ്സിനൊക്കെ വായിച്ചു കൊടുക്കാതെയും അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കാതെയും അല്ലെ ഏറ്റവും നല്ല സൊല്യൂഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് കണ്ടെത്താതെയൊക്കെ നമ്മൾ ഒരു എഗ്രിമെന്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും എന്തെങ്കിലും പരാതികളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇങ്ങനെയുള്ള വോട്ടിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് മസ്റ്റായിട്ട് നോക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ലാസ്റ്റ് പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. Signing of the agreement, the collective bargaining process does not end, rather it truly begins. ഈ എഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി എന്നുള്ളത് അവസാനിക്കുകയല്ല അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിലപേശി നേടിയ കാര്യങ്ങൾ നമുക്ക് എന്താണ് അത് അല്ലെ റൊട്ടീനായിട്ടുള്ള ലൈഫിൽ അനുഭവിച്ചെടുക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് ഡസ് നോട്ട് എൻഡ്, rather it truly begins. അല്ലെ, അവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. This must be followed by a proper implementation of the previous of the agreement. ഓക്കെ, നമുക്കറിയാം എന്താണ് അവിടെ പുതിയതായിട്ട് നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. അവർ in the stressful work environment, it is a thought to execute the provision family. അല്ലെ, നമുക്കറിയാം അത് അനുയോജ്യമായിരിക്കും. കുറച്ചുപേരെങ്കിലും എതിരുണ്ടെങ്കിൽ അത് അനുയോജ്യമായി നടപ്പാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ റിസ്ക് പിടിച്ച കാര്യമൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ in spite of the best effort of skilled negotiators and lawyer expert in industrial relations, a perfect agreement may be difficult to reach. നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. The agreement period does not expire, the clause are allowed to continue. ഓക്കെ, നമുക്കറിയാം അത് തീർച്ചയായിട്ടും അത് എന്താ പറയുക കുറച്ച് നാളത്തേക്ക് ഈ എഗ്രിമെന്റ് വെച്ചിട്ട് ചിലപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ അത് നടപ്പാക്കി പോകേണ്ടതുണ്ട്. ഇത്ര ടൈമിനുള്ളിൽ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമുക്കറിയാം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകണം. Dispute may arise from faulty implementation or breach of any condition. ഓക്കെ, ചിലപ്പോൾ ഇത് നടപ്പാക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. The role of a human resource manager is important in the daily administration of the contract. ഓക്കെ, ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അത് നല്ല രീതിയിൽ പകർത്തിയായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് ഡെയിലി. നമുക്കറിയാം അതിന്റെ ഭരണ നിർവഹണ കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നടപ്പാക്കി പോകുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടോ അതൊക്കെ പരിഹരിച്ചൊക്കെ പോകാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അഡീഷണലി aims to establish an ideal working relationship with the proper line management with the all employees who are affected by the terms and conditions of the agreement. ഓക്കെ, നമുക്കറിയാം ലൈൻ മാനേജേഴ്സിനെ കൊണ്ടല്ലേ ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലൈൻ മാനേജേഴ്സിനൊക്കെ ഒഫീഷ്യലി ചുമതലപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും അത് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ നോക്കാം അവിടെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഈ അഗ്രിമെന്റിലുള്ളത് അനുസരിച്ചിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുന്നത്. അങ്ങനെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. അത് ഹ്യൂമൻ റിസോഴ്സിന്റെ
അല്ലെ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്റ്റിൽപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ മാത്രമല്ല പോരാ, അവിടെ ആ എഗ്രിമെന്റ് അത് നടപ്പാക്കി പോകേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ നമ്മൾ എന്താണ് നെഗോഷിയേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം അല്ലെ. പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം, പലതരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമുക്കറിയാം. ഇങ്ങനെ അവിടെ ഇഷ്യൂസുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരങ്ങൾ കണ്ടെത്താൻ ചർച്ചകൾ സംഘടിപ്പിക്കണം. എന്നാൽ ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ചർച്ചകൾക്കൊക്കെ തീരുമാനം കണ്ടെത്താൻ സാധിക്കും. അതെല്ലാം പ്രശ്നങ്ങളൊക്കെ ഗുരുതരമാണ് എങ്കിൽ കുറച്ചും കൂടി വൈകിട്ടൊക്കെ അത് ചർച്ചകളൊക്കെ മാറിപ്പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും തോട്ട്സും വ്യൂ പോയിന്റ്സും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതിന്റെ കറക്ഷനും കാര്യങ്ങളും കേസ് എല്ലാ മെമ്പേഴ്സിനും അതിന്റെ എഗ്രിമെന്റ് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവരെയും തന്നെ അറിയിക്കേണ്ടത്. അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ കേസ് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ, അപ്പൊ ഒരു കൂട്ടര് അതിന് അനുകൂലമാണെങ്കിൽ മറ്റൊരു കൂട്ടര് പ്രതികൂലമായിട്ട് നിൽക്കുന്നവരുണ്ടാവാം. സോ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ഫൈനലൈസേഷനിൽ എത്തേണ്ടതുണ്ട്. അതിന് ഫൈനലൈസേഷനിൽ എത്തിയത് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, അത് നടപ്പാക്കിയെടുക്കണം അല്ലെ. അപ്പൊ പ്രതികൂലമായി നിൽക്കുന്നവരുടെ രീതിയിൽ നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്നത് റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരാനായിട്ട്. ഇൻ കേസ് ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലൈൻ മാനേജർമാരെ ചുമതലപ്പെടുത്തിയത് നടപ്പാക്കാം. എനിവേ എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് അതിൻ്റെതായ റിസ്ക് ഉള്ളതായിരിക്കും. അതായത് അവരാണ് ഈ ഇംപ്ലിമെന്റ് കാര്യങ്ങളിലൊക്കെ മെയിൻ ആയിട്ടുള്ള റോള് വഹിക്കേണ്ടത്. ഓക്കെ, ക്ലിയറല്ലേ? പ്രോസസ്സില് പൊതുവെ കാണാറുള്ളത് എന്താണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ലാസ്റ്റ് പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് നെഗോഷിയേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് തൊഴിലുടമയുടെ ഭാഗത്തുനിന്ന്, തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന്. ഐഡന്റിഫൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണ്, സപ്ലിമെന്ററി എക്കണോമിക് ബെനിഫിറ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള രീതികളിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ കാണാറുള്ളത്. ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. പോസ്റ്റില് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ? ഒരു ചെറിയ ഭാഗത്തു നിന്ന് തന്നെ 3-4 ക്വസ്റ്റ്യൻസ് ഇട്ടുണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്തോ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ്? ആരും അറ്റൻഡ് ചെയ്തില്ല? ചെയ്തവരുണ്ടോ? അപ്പൊ അങ്ങനെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എല്ലാം നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഓരോ പോയിന്റിൽ നിന്ന് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണമെന്നില്ല. എങ്കിലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഇന്നത് ഉൾപ്പെടുത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് മിക്കവാറും ഉൾപ്പെടുത്തി പോകാറുണ്ട്. അതുകൊണ്ടേക്ക് പോവാതെല്ലാം ക്ലിയർ അല്ലേ? ഇന്നടുത്ത ഭാഗം negotiating, reaching and ratifying agreement, then contract administration. Yeah. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആവശ്യം നോക്കി തുടങ്ങിയപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ചിലപ്പോൾ എന്താ പറയാ എക്സാമിന്റെ ടൈം ആവുമ്പോ വായിക്കാനിരിക്കുന്നവര് വായിച്ചു തുടങ്ങിയപ്പോ ഡൗട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.